സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. മലപ്പുറം കാരക്കോട് മാടമ്പ്ര സ്വദേശിയായ 13-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം മരിച്ച തൃശൂർ സ്വദേശി റഹീം ജോലി ചെയ്ത കോഴിക്കോട് പന്നിയങ്കരയിലെ ഹോട്ടൽ തുറക്കരുത് എന്നുള്ള നിർദ്ദേശം കോർപ്പറേഷൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പനിയും തലവേദനയുമായി ഇന്നലെ വൈകിട്ടാണ് 13-കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടി 2 മാസം മുൻപ് പുഴയിൽ കുളിച്ചിരുന്നു. കുട്ടി ICUവിലാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. അതും വെറ്റ്മൗണ്ടിൽ പോസിറ്റീവാണ്. ആ കുട്ടി സ്റ്റേബിളാണ് നിലവിൽ എന്നാണ് പറഞ്ഞത്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എണ്ണം അതുകൊണ്ട് 5-ന് പകരം 6 ആവും. 6 പിന്നെ കുട്ടികളുടെ ഭാഗത്ത് താഴെ ആസ്പത്രിയിൽ ശ്രീകലം കുട്ടികളുടെ ആസ്പത്രിയിൽ 3 പേര്. ഇന്നലെ മരിച്ച തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമിന് രോഗം ബാധിച്ചത് എവിടെ നിന്നെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാൾ ജോലി ചെയ്തിരുന്ന പന്നിയങ്കരയിലെ ശ്രീനാരായണ ഹോട്ടലിന് കോർപ്പറേഷൻ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തി. കഴിഞ്ഞ 14-ന് ഇയാളുടെ കൂടെ താമസിച്ചു ജോലി ചെയ്തിരുന്ന കോട്ടയം സ്വദേശി ശശിയും മരിച്ചിരുന്നു. അടുത്തടുത്ത ദിവസങ്ങളിൽ 2 മരണമുണ്ടായതിനാൽ കരുതൽ നടപടി എന്ന നിലയിലാണ് നിർദ്ദേശം. നിലവിൽ 9 പേരാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആരുടെയും ആരോഗ്യനില ഗുരുതരമല്ല. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.